ഉഴുന്ന് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് ഉഴുന്ന് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ നല്ല കട്ടിയായി അരച്ചെടുത്താണ്. അപ്പോൾ അതിൽ ഞാൻ സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മല്ലിയില, അതുപോലെ തന്നെ കുരുമുളക് ചതച്ചത്, ഉപ്പ്, കായം ഒരു 1/4 ടീസ്പൂണ്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഞാൻ നന്നായി കൈ കൊണ്ട് കുഴച്ചെടുക്കണുണ്ട്. അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഇതിന് നല്ല സോഫ്റ്റായിട്ട് വരും ചെയ്യും, നല്ല ക്രിപ്സി ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മുടെ കൈയൊന്ന് ഇടയ്ക്ക് കഴുകി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല, നമുക്ക് നല്ല ഹോളൊക്കെ ഇടാനായിട്ട് പറ്റും. അങ്ങനെ ഹോളിടുമ്പോഴാണ് ഉള്ളൊക്കെ നന്നായി എനിക്ക് എണ്ണ നന്നായി ചെന്നിട്ട് നന്നായി അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടുക. ഒരു ഫുൾ സ്പീഡിലിടരുത്, നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ല ബോൾ പോലെയായി വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് ക്രിപ്സി ആയിട്ടുള്ള നല്ല ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈവനിങ് സ്നാക്ക് അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് കൂട്ടായിട്ട് ഞാനൊരു വെള്ള ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുള്ള കാരണം ഇപ്പോൾ അത് കാണിക്കണില്ല. അത് ഇതിന് നല്ല കോമ്പിനേഷനാണ്. ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉള്ളൊന്നും വേവില്ല. അപ്പോൾ മോൾ ഭാഗം മാത്രം നല്ല മൊരിഞ്ഞിരിക്കും. അപ്പോൾ അതല്ല, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് മാറ്റി മറിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു, ബൈ. ഇതേപോലെ